വിദ്യാലയങ്ങളിൽ നിന്നാണ് മനുഷ്യൻ അവർക്ക് വേണ്ടുന്ന സകല തരത്തിലുമുള്ള വിജ്ഞാനവും പരിശീലനവും മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള ആദർശങ്ങളും ദർശനങ്ങളും എല്ലാം ആർജിച്ചെടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാം വിദ്യാലയങ്ങൾ പെറ്റിട്ട മക്കളാണ് എന്ന് പറയാം. വിദ്യാലയം മറ്റൊരു ഗർഭപാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് ആധുനിക മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. ആ ആധുനിക മനുഷ്യന്റെ സൃഷ്ടി നമ്മെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞാൽ ഞാനത് പുസ്തകം എന്ന വാക്കുകൊണ്ടാണ് അതിന് സമാധാനം പറയുക. എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലൊക്കെ നിങ്ങളെ നിർണയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുക പുസ്തകമാണ്. കാരണം പുസ്തകം വായിച്ചാണ്, പുസ്തകങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഈ ജീവിതത്തിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള മൂലകങ്ങളും ശേഖരിച്ചത്, അതിനുള്ള എല്ലാ തരത്തിലുള്ള പരിശീലനവും ആർജിച്ചത് എന്ന് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ പുസ്തക വായന മാസത്തിന്റെ സമാപന ചടങ്ങോടടുക്കുന്ന സമയത്ത് ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് നമ്മൾ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. വായനയെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആൻ തന്നെ വായിക്കുക എന്ന വാചകം വെച്ചാണ് മഹത്തായ വിശിഷ്ട വിദ്യ ഗ്രന്ഥം തുടങ്ങുന്നത് നമുക്കറിയാം. അപ്പൊ ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ദർശനത്തിന്റെ പ്രതിനിധികൾ, അതുപോലെ വേദേതിഹാസങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ സംസ്കാരത്തിന്റെ ഭാഗമായ ജനത, അതുപോലെ ബൈബിളിന്റെ അനിഷേധ്യമായിട്ടുള്ള ദർശനങ്ങളുടെ പാരമ്പര്യമുള്ള ജനത, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ആധുനിക കേരളം എന്ന് പറയുന്നത്. ഇവർക്കെല്ലാം, ഈ മനുഷ്യർക്കെല്ലാം അവർ നേടിയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കരുത്ത്, ധാർമ്മികമായിട്ടുള്ള കരുത്ത് പകർത്തിട്ടുള്ളത് ആ വിശിഷ്ട ഗ്രന്ഥങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ലളിതനായ മനുഷ്യൻ എനിക്ക് സമ്മാനിച്ചതാണ്, എനിക്ക് വിറ്റതാണ് ഈ പുസ്തകം. എന്താണ് ഈ പുസ്തകത്തിന്റെ മാന്ത്രികത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകത്തിന് ആദ്യത്തെ പേജും അവസാനത്തെ പേജും ഇല്ല. ആദ്യത്തെ പേജും അവസാനത്തെ പേജും ഇല്ലാത്ത പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം. പിന്നെ എന്തൊക്കെ പ്രത്യേകതയുണ്ട്? ഈ പുസ്തകത്തിലെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാഞ്ഞു പോകും, പിന്നെ ആ ചിത്രം അവിടെ ഉണ്ടാവില്ല. ഈ പുസ്തകത്തിലെ പേജുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അപ്രത്യക്ഷമാകും, പിന്നെ അതവിടെ ഉണ്ടാവില്ല. അങ്ങനെ വിചിത്രമായ ഒരു പുസ്തകമാണിതെന്ന് പറഞ്ഞപ്പോൾ ശരി, എനിക്കത് തരൂ എന്ന് പറഞ്ഞ അദ്ദേഹം വാങ്ങി 1001 രാവുകൾ എന്ന പുസ്തകത്തോടൊപ്പം തൻ്റെ ലൈബ്രറിയിൽ ഈ പുസ്തകം വയ്ക്കുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ആശങ്കയായി, ഭയമായി. ഈ പുസ്തകം വല്ല ആപത്തും വരുത്തുമോ, വല്ല അപശകുനവുമാണോ ഈ പുസ്തകം? ഇത് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാൽ എനിക്ക് വലിയ ദോഷവും സംഭവിക്കുമോ എന്ന പേടി ഇയാൾ ഗ്രസിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ആ പേടി വർദ്ധിച്ചു വന്നു. ഈ പുസ്തകം ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയാൽ മതി എന്ന ചിന്തയായി. പക്ഷെ ഈ പുസ്തകം കൈയേൽക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അവസാനം അയാൾ ഈ പുസ്തകം ബ്യൂണസ് അയേഴ്സിലുള്ള നാഷണൽ ലൈബ്രറിയിൽ ആരും കാണാതെ ഒളിച്ചു ചെന്ന് ഓടിക്കൂട്ടിന ചുവട്ടിലുള്ള അവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്കുള്ളിൽ ഉപേക്ഷിച്ച് ആരും കാണാതെ രക്ഷപ്പെട്ട് പോകുന്നതായിട്ടാണ് ആ കഥയിൽ അവസാനം പറയുന്നത്. ആർക്കും സൂക്ഷിക്കാൻ കഴിയാത്ത വിചിത്രമായ ഒരു പുസ്തകം. ഈ കഥയിലെ ഈ പുസ്തകം യഥാർത്ഥത്തിൽ എല്ലാ നല്ല പുസ്തകങ്ങൾക്കും രൂപകമായി ഉപയോഗിക്കാവുന്ന ഒരു ഇമേജറി ആയിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഈ എഴുത്തിലോ ചിന്തയിലോ സാമുദായിക പ്രവർത്തനത്തിലോ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ വലിയൊരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അമീന വരുന്നത് എന്നുള്ളത്. ആ പാരമ്പര്യത്തിന്റെ, ദർശനത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, മാനവികതയുടെ ഒരു അല ഈ ഏറ്റവും ഇളയ തലമുറയിൽ എത്തുമ്പോൾ അത് കവിതയിലൂടെയാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്ന ഏറ്റവും സന്തോഷകരമായ അനുഭവം ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായി എന്ന് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ. ഈ പുസ്തകത്തില് പലതരമായ റോസിന്റെ എന്ന് പറയുന്ന പോലെ പലതരം ആശയങ്ങൾ ഈ കവിതാ ഗ്രന്ഥത്തിൽ വരുന്നുണ്ട്. അതിൽ വെളിച്ചം എന്നൊരു കവിതയിലെ
ഒരു വാക്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുവരുടെ വിലപിടിപ്പുള്ളതെല്ലാം മണ്ണിൽ അവസാനിക്കുമ്പോഴും നിത്യതയുടെ നിലാവൃക്ഷമായി അതങ്ങനെ ഭൂമിയിൽ പരന്നൊഴുകും ഒരു വാക്യമുണ്ട്. തീർച്ചയായിട്ടും എന്തിനാണ് ഒരാൾ കവിത എഴുതുന്നതെന്ന് ചോദിച്ചാൽ, മായ ആഞ്ചലോ എന്ന് പറയുന്ന കവിയുടെ ഒരു കവിതയുടെ ആശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മായ ആഞ്ചലോ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കൂട്ടിലേക്ക് എനിക്ക് പാടേണ്ടി വരുന്നത്? കൂട്ടിലേക്ക് എനിക്ക് എന്തുകൊണ്ടാണ് പാടേണ്ടി വരുന്നത്? ആകാശത്തിലെ പറക്കുന്ന കിളിക്ക് പാടേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. എന്താ കാരണം? അതിന്റെ ആകാശം വിശാലമാണ്, അതിന് തിന്നാനുള്ള പുഴു താഴെ കാത്തിരിക്കുന്നുണ്ട്, അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് പാടേണ്ട ആവശ്യമില്ല. പക്ഷെ കൂട്ടിലെ കിളി അതിന്റെ ചിറക് കത്തിരിച്ചിരിക്കുന്നു, കാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടാണുള്ളത്, അതുകൊണ്ട് അതിന് പാടേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ചങ്ങലകളിൽ പെട്ട് കഴിയുന്ന ഒരു ജീവിയാണ്. വലിയ കവി പറയുന്നുണ്ട്, എന്താണ് മനുഷ്യൻ ചരിത്രം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, മനുഷ്യന്റെ മൃഗങ്ങളുടെ ചരിത്രത്തോട് ചങ്ങലയുടെ ചരിത്രം കൂടി ചേർത്താൽ മനുഷ്യന്റെ ചരിത്രമായി എന്ന് പറയുന്നു. മൃഗങ്ങളുടെ ചരിത്രത്തോട് ചങ്ങലയുടെ ചരിത്രം കൂടി ചേർത്താൽ മനുഷ്യന്റെ ചരിത്രമായി. അങ്ങനെ ചിറകുകൾ ബന്ധിക്കപ്പെട്ട, ചിറകുകൾ കത്തിരിക്കപ്പെട്ട, കാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ. പലതരത്തിലുള്ള നിബന്ധനകളും പലതരത്തിലുള്ള സ്വാതന്ത്ര്യ കുറവുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വേറെ വല്ലായ്മയെന്തുള്ളു പാരിൽ, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മയെന്തുള്ളു പാരിൽ, അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിന്റെ വിരിയൻ, അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിന്റെ വിരിയൻ, രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു, കണ്ണഞ്ചുമാറായി വ്യോമം മഞ്ഞിൽ ഇത്രയുണ്ടാകുമോ ചന്തം, നക്ഷത്രം എത്ര നിസാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം, കണ്ണഞ്ചുമാറായി വ്യോമം മഞ്ഞിൽ ഇത്രയുണ്ടാകുമോ ചന്തം, നക്ഷത്രം എത്ര നിസാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴക് പൂവിന്നും, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴക് പൂവിന്നും, ഇത്രയ്ക്കഴക് പൂവിന്നും. അതാണ് നക്ഷത്രം. 9ാം ക്ലാസ്സിലെ കവിത കൂടി ഞാനൊന്ന് വാക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. അപ്പൂപ്പന്താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്, അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ എന്താണ് ഓർമ്മയുണ്ടാവില്ല? അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. ഈ എന്ത് രസമെന്ന് പറയുക, അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിൻ്റെയും ഭാരവാഹികളായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. കൂടുതലൊന്നാണ് അറിവിന്റെ ഭാരം. ആവശ്യമില്ല പല അറിവും നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കും. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പണ്ടത്തെ മനുഷ്യരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. പോയേക്കും അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരും അറിയാതെ നാളെ ഒരു മരം. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരും അറിയാതെ നാളെ ഒരു മരം. പഴയ കാലത്ത് ഇതുപോലെ അപ്പൂപ്പന്താടിയെ പോലെ ജീവിച്ചവർ കൊണ്ടു നടന്ന വിത്തുകളാണ് ഇനി ഇതുപോലെയുള്ള വലിയ പ്രസ്ഥാനങ്ങളായിട്ട് മാറിയത് എന്നുകൂടി ഓർക്കുമ്പോൾ ഈ സ്മാരകം എന്ന കവിതയ്ക്ക് ആ തരത്തിലൊരു വായനയ്ക്ക് സാധ്യതയാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. വലിയ അഭിമാന നിമിഷത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ കവിതാ സമാഹാരം ആ സ്കൂൾ അങ്കണത്തിൽ വെച്ച് തനിക്ക് ശേഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഇങ്ങനെ പ്രകാശനം
പ്രകാശനം ചെയ്യപ്പെടുമ്പോഴുള്ള ആ ഒരു ചാരിതാർത്ഥ്യവും ആ സന്തോഷവും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഭാവനയിൽ കാണുമ്പോൾ തന്നെ അതിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അമീന വളരെ ചെറുപ്പത്തിൽ എഴുതി തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. അമീനയുടെ മൂന്നാമത്തെ കൃതിയാണ്, കവിതാ സമാഹാരമാണ് ഇവിടെ പ്രകാശനമാകുന്നത്. ഒന്നാമത്തത് നീഹാരം എന്ന പേരിൽ മലയാളത്തിന്റെ അനുഗ്രഹീതനായ കവി വയലാർ ശരചന്ദ്രവർമ്മ പിറക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം വ്യത്യസ്തമായ വിഷയങ്ങൾ നല്ല അടുക്കോടെ ആ പുസ്തകത്തിന്റെ പേജുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. നല്ല ഭാഷ, നല്ല വിഷയങ്ങൾ. ഇന്ത്യയുടെ ഇന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ, മത വിഷയങ്ങളെപ്പോലും ഏറ്റവും കൂടുതൽ കവിത പിറക്കുന്ന നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പലസ്തീനാണ്. ഒന്നുമില്ല, പ്രതീക്ഷകളില്ലാത്ത നാട്ടിൽ നിന്നാണ് ലോകനീര് വീട് അവിടെ പൂക്കൾ വിരിയട്ടെ, ചെടികൾ വളരട്ടെ എന്ന് പലസ്തീനിലെ അബാലിലെ കവിത നമ്മളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ലോകമാനെയാണ്, സർഗാത്മകതയിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുക. പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. വീരാൻകുട്ടി മാഷിന്റെ കവിതകളൊക്കെ എത്രത്തോളം തലങ്ങളുള്ളതാണ്. രണ്ട് വീരാൻകുട്ടി മാഷും അമീനയും ഇരിക്കുന്ന സദസ് ഏറെ ധന്യമായ ഒരു സംസ്ഥാനം. അതുപോലെ നമുക്ക് ഷിലി ടീച്ചർ കവിത എഴുതുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ നല്ല കവിതകൾ കൊണ്ട് സമ്പന്നമാണ് ഈ സദസ്. തീർച്ചയായിട്ടും നല്ല കവിതകൾ ഇനിയും ഉണ്ടാകട്ടെ. മലയാളത്തിന്റെ അഭിമാനങ്ങളായ കവികൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പലപ്പോഴും മാത്രം ഈ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് അതൊരു പുത്തൻ അനുഭവമാണ്. നമ്മുടെ അർഹത കുറവിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എനിക്ക് ഈ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി എന്ന് തന്നെ വിളിക്കാൻ നിറഞ്ഞ് ആമിന ബഷീറിനോട് ആദ്യം തന്നെ നന്ദി പറയാം. ഈ ഒരു പുസ്തകം ഒരു കൊച്ചു പുസ്തകമാണ്. ഒരു 30-31 കവിതകൾ കൂട്ടിച്ചേർക്കപ്പെട്ട, വളരെ ചെറിയ കവിതകൾ കൂട്ടിച്ചേർക്കപ്പെട്ട വളരെ മനോഹരമായ ഒരു ആവിഷ്കാരം. ശലഭായനത്തിന്റെ വീഥികളിലൂടെ ഏതെല്ലാം ലോലഭാവങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമോ അത്രയും തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും വായനയുടെ പുതിയ അർത്ഥതലങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന, അല്ലെ നിങ്ങളെന്നല്ല, ഞങ്ങൾ പഠിച്ചിരുന്ന പുസ്തകത്തിൽ വൃത്തവും താളവും ഒക്കെ നോക്കിയിരുന്ന കവിതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഗദ്യ കവിതകളാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗദ്യ കവിതകളാണ് കൂടുതലായി വായിക്കപ്പെടുന്നത്. ഗദ്യ കവിതകൾ ശ്രീ വീരാൻകുട്ടി മാഷിന്റെ പ്രസംഗത്തിന്റെ ആ ഒരു ആവേശത്തിന്റെ തലലിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ 3 H കൊടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡിനകത്തുള്ള തലച്ചോറ്. തലച്ചോറിന് ഊർജ്ജം ലഭിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തലച്ചോറിന് ഊർജ്ജം ലഭിക്കും. രണ്ടാമത് നമ്മുടെ ഹാൻഡ്സ്, കൈകളാണ്. വ്യായാമത്തിലൂടെ നമ്മുടെ കൈകൾക്ക് ചലനശക്തിയും ഊർജ്ജവും ലഭിക്കും. മൂന്നാമത് ഹൃദയമാണ്, ഹർട്ടാണ്. ഹൃദയം എന്നുള്ളത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ആർദ്രത, സ്നേഹം, കാരുണ്യം എന്നൊക്കെ പറയുന്നത്. കാരുണ്യം മനസ്സിലുണ്ടായിത്തീരുന്നത് കലകളിലൂടെയാണ്. കല, സാഹിത്യം, സർഗാത്മകത, ഇതിലൂടെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടായിത്തീരുക. കലകൾ 64 ഇനം കലകളുണ്ട്. അതിൽപ്പെട്ട ഒരു കലയാണ് കവിത, ഗാനം, പ്രസംഗം. ഇതൊക്കെ കലകളും സർഗാത്മകതകളുമാണ്. ഈ കലകളെല്ലാം കൂടി മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ഭാവങ്ങളാണ് മനുഷ്യന് സംസ്കാരം ഉണ്ടാക്കിത്തീരുന്നത്. അതുകൊണ്ടാണ് വിദ്യാസമ്പന്ന സംസ്കാരമുള്ളവരായിത്തീരുന്നത്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, പുസ്തക വായനയും അതേപോലെ തന്നെ സർഗാത്മകതകളും കഥകളും കവിതകളും പ്രസംഗങ്ങളൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ എത്രമേൽ പ്രാധാന്യം വഹിക്കുന്നു എന്ന് നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അമീന ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിന്റെ പൂർവ്വവിദ്യാർത്ഥിനി രചിച്ച ഒരു കവിതാ സമാഹാരത്തിന്റെ ഉദ്ഘാടനമാണ്, പ്രകാശനമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനിയും അമീന ബഷീർമാർ ഈ സ്കൂളിൽ നിന്നുണ്ടായി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എന്നുള്ളത് മതവിരുദ്ധമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആമുഖമായി ഓതിവെച്ച 2-3 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കവികൾ എന്ന പേരിൽ അധ്യായം 114 ഖുർആനിലെ അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് ഷുഅറ, കവികൾ എന്നതിന്റെ അർത്ഥം. കവികൾ എന്ന പേരിൽ ഖുർആനിൽ അധ്യായം വരാൻ കാരണം
കവിതകൾക്ക് ഇന്നുള്ളതിന്റെ എത്രയോ 10 മടങ്ങ് പ്രാധാന്യമുള്ള ഒരു കാലത്താണ് പ്രവാചകൻ വരുന്നത്. ഇന്നുള്ള കവികളൊന്നും ഒരു കവികളല്ല. യഥാർത്ഥത്തിൽ കവികൾ എന്ന് പറയുന്ന അന്നത്തെ അറേബ്യയിലെ കവികളാണ്, നിമിഷ കവികൾ. അറബി സാഹിത്യത്തിന് ഇന്നും ഉദാഹരിക്കാൻ കഴിയുന്ന വലിയ വലിയ ഉദാഹരണങ്ങൾ അന്നത്തെ അറബി സാഹിത്യ സാമ്രാട്ടുകളിലെ ഉദ്ധരണികളിൽ നിന്നും കവികളുടെ കവിതകളിൽ നിന്നാണ് എടുക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കേസ് എന്ന പേരിൽ അത് പ്രസിദ്ധനായ കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ 2 ആളുകൾ കൂടി വധിച്ചു. അദ്ദേഹത്തെ വധിച്ചതിന് ശേഷം ഇംഗ്ലീഷ് കേസിന്റെ 2 പെൺമക്കളുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ കൊലപാതക നടത്തി 2 ആളുകൾ പാട്ടുപാടും, കവിത ചൊല്ലുന്നു. ഇങ്ങനെയാണ്: യവനത്ത ഇമ്രൽ കേസി ഇന്ന അവാക്കുമ. ഇമ്രുൽ കേസിന്റെ 2 പെൺമക്കളെ നിശ്ചയമായി നിങ്ങളുടെ വാപ്പ. ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ ആ 2 പെൺമക്കളും ബാക്കി കവിത പാടുന്നുണ്ട്. ഞങ്ങളുടെ വാപ്പ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊന്നവരാണ് നിൽക്കുന്നത്. ഒരു കവിതയുടെ പകുതി ഭാഗം കേട്ടപ്പോൾ അതിന്റെ പകുതി പാടാൻ കഴിയുന്ന രീതിയിലേക്ക്, ഞങ്ങളുടെ വാപ്പ കൊല്ലപ്പെട്ടു എന്നും ഘാതകരാണ് നിൽക്കുന്നതെന്നും പറയാൻ കഴിയുന്ന അർത്ഥത്തിലേക്ക് ആ കവിതയുടെ വിഷയത്തിൽ കാവ്യരചനയിൽ വളരെ ഉത്കണ്ഠതയിൽ നിന്നൊരു സമൂഹത്തിലേക്കാണ് 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മനുഷ്യൻ വരുന്നത്. പക്ഷെ ആ പ്രവാചകൻ കവിയായിരുന്നില്ല. പ്രവാചകൻ കവിതകളെ പ്രോത്സാഹിപ്പിച്ചു. 70ഓളം വരുന്ന കവികൾ പ്രവാചകന്റെ ജീവിതകാലത്ത് ജീവിച്ചിട്ടുണ്ട് അനുയായികളായിട്ട്. ഹസാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ആ കവികളുടെ നേതാവ്, അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീന പള്ളിയിൽ ഒരു പീഠ നിർമ്മിച്ചു കൊടുത്തു പ്രവാചകൻ. എന്തിനു വേണ്ടി? ഹസാനെ കവിത ചൊല്ലാൻ വേണ്ടി. യുദ്ധരണാകലത്തിൽ ശത്രുക്കൾ കവിത ചൊല്ലിക്കൊണ്ട് പ്രവാചകനെയും അള്ളാഹുവിനെയും ആക്ഷേപിച്ചപ്പോ ഈ ഹസാൻ എന്ന് പറയുന്ന കവിയോട് പ്രവാചകൻ പറയുന്നത്, അജി കവിതയോട് മറുപടി കൊടുക്കുക. യുദ്ധരണാകലത്തിൽ വാളുകൊണ്ട് മറുപടി കൊടുക്കുന്നിടത്ത് കവിത യുദ്ധത്തിന്റെ ആയുധമാക്കിയപ്പോൾ അതേപോലെ ശത്രുവിനെ മറുപടി കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ ഹസാൻ എന്ന് പറയുന്നുണ്ട്, അജി കവിത കൊണ്ട് മറുപടി കൊടുക്കുക. അപ്പോഴാണ് ഹസാൻ കവിത കൊണ്ട് മറുപടി കൊടുക്കുന്നത്. സാർ, ഞങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ സാറിന്റെ ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു, സ്മാരകം. ആ കവിത സാറ് സാഹചര്യത്തിലാണ് സാർ ആ കവിത എഴുതാൻ ഉദ്ദേശിച്ചത്. ആ കവിത എഴുതാനുണ്ടായ സാഹചര്യമാണ്. കവിതകൾ എഴുതുന്നതിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വേർഡ്സ്വർത്ത് പറയും, എനിക്കൊരു കാഴ്ച കണ്ടാൽ, ഒരു അനുഭവം എന്നെ സ്വാധീനിച്ചാൽ 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഞാനത് ഓർക്കുക. അങ്ങനെ ഞാനിങ്ങനെ എവിടെയെങ്കിലും വിശ്രമിക്കുന്ന സമയത്ത് അത് ഓർക്കുമ്പോൾ അത് കവിതയായിട്ട് മാറും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു കാഴ്ച കണ്ടാലോ ഒരു സംഭവം ഉണ്ടായാലോ എഴുതാൻ എനിക്ക് അത്ര എളുപ്പമല്ല. പകരം നമ്മുടെ മുന്നിൽ കുറെ കാലമായിട്ട് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ആശയം അബോധമായിട്ട് ഒരു കവിതയുടെ രൂപം പ്രാപിക്കുകയാണ് ചെയ്യുക. എനിക്ക് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്ത് തന്നെ ഈ ചെറിയ ജീവികളോട്, ചെറിയ വസ്തുക്കളോടൊക്കെ ഇഷ്ടമായി. അതിന് കാരണം എനിക്ക് തോന്നുന്നത്, ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന അവഗണനയും പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ആയിരിക്കും. ചെറുതിനോട് ഐക്യപ്പെടാൻ എനിക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കൊക്കുച്ചിപ്പൂവിനെ കുറിച്ചും ചെറുകരലിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അപ്പൂപ്പത്താഴി നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ അതിനെ പറയാൻ ഓടിയിട്ടുള്ളതാണ്. അതിനെ എടുത്ത് ഇങ്ങനെ വീണ്ടും പറത്തി വിട്ടിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഒരു അപ്പൂപ്പത്താഴി പറക്കുമ്പോഴുള്ള അനായാസത പക്ഷെ എനിക്കും അതുപോലെ ആയിട്ടുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും. ആ തോന്നലിൽ നിന്നാണ് ഇത്തരം കവിതകൾ ഉണ്ടാവുന്നത്. പിന്നീട് പ്രത്യക്ഷത്തിൽ സംഭവം എന്ന് പറയുകയാണെങ്കിൽ തോന്നുന്നു, എൻ്റെ വീട്ടിൽ ഈ നമ്മുടെ സാന്നിധ്യത്തില് ക്ഷയരോഗ ആശുപത്രിയിലേക്കെല്ലാം പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കാൻ ഒരാൾ വരുമായിരുന്നു. ഒരു യുവാവ്. അയാളെ കണ്ടാൽ തന്നെ രോഗിയാണെന്ന് തോന്നും. അയാൾ പൈസ കൊടുത്താൽ വാങ്ങില്ല, പഴയ വസ്ത്രങ്ങൾ മാത്രമേ ശേഖരിക്കുള്ളൂ. മാസത്തിലൊരിക്കലൊക്കെ വരും. ഞാൻ വിചാരിക്കാൻ അങ്ങനെ എത്രയോ മനുഷ്യന്മാർ, ലോകം അറിയാത്ത മനുഷ്യന്മാർ അല്ലേ, അപ്പൂപ്പന്താടിയെ പോലെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി എൻ്റെ മനസ്സിൽ കിടന്നിട്ടായിരിക്കാം ഈ കവിത ഉണ്ടായത്. അല്ലാതെ പ്രത്യക്ഷത്തിലൊരു സംഭവം അത് പറയുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ ഓർമ്മ വരുന്നില്ല. കവിതാ രചന മത്സരങ്ങൾക്കും കഥാരചന മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മലയാളത്തോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വായനയോടും ഈ സ്കൂളിലുള്ള ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ ഡിഗ്രിക്ക് പോയപ്പോൾ എഞ്ചിനീയറിംഗാണ് പഠിക്കാൻ പോയത്. അപ്പോൾ
ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയി എന്ന് കരുതിയാണെങ്കിലും വീണ്ടും എനിക്ക് വായനയോടും എഴുത്തിനോടൊക്കെ കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായിരുന്നു പ്രവാസം. ആ ജീവിതാനുഭവങ്ങളിലൂടെയും ആ ഒരു ഏകാന്തതയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ വീണ്ടും വായനയിലേക്കും എഴുത്തിലേക്കും ഒക്കെ കടന്നു വരികയായിരുന്നു. അങ്ങനെയാണ് കവിതകളിലേക്ക് വന്നെത്തിയത്. കവിതകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഗദ്യ കവിതകളിലേക്ക് തിരിയുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ഈ വേദിയിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനായ പീരാൻകുമാശൻ തന്നെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. അപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരുപാട് സന്തോഷം. നിങ്ങളിലും ഇനിയും എഴുതാനുള്ള വാസനകളുള്ളവരൊക്കെ അതിനെ കൂടുതൽ എഴുതണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിൽക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷവും സ്കൂൾ മാനേജ്മെന്റിനോടും അതുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളോട്.